കൊടുത്താൽ ആഹാരം വാങ്ങാം, ആ പണം കൊടുത്താൽ ആത്മമന്ന ലഭിക്കുമോ? പണം കൊടുത്താൽ മണിമേട വാങ്ങാം, ആ മണിമേടയിൽ ശാശ്വതമായി വാഴുമോ? ആത്മമന്ന വേണമോ, നിത്യഭവനം വേണമോ? ആത്മമന്ന വേണമോ, നിത്യഭവനം വേണമോ? രക്ഷിതാവിനരികിൽ നീ വാവാ, യേശുവിനരികിൽ നീ വാവാ, രക്ഷിതാവിനരികിൽ നീ വാവാ. ബഹുമാന്യരായ കന്നഡി ബുക്കിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സായംകാല അഭിവാദനങ്ങൾ. മരിച്ച് അടക്കപ്പെടുയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നേരുകയാണ്. ഇതിനു മുൻപ് നിരവധി പ്രാവശ്യം ഏകദേശം 3 പതിറ്റാണ്ടുകളായി തന്നെ ഇതേ കവലയിൽ ഞങ്ങൾ യോഗം നടത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ സമീപ പ്രദേശത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് ഈ നിലയിലൊരു യോഗം ഇവിടെ ക്രമീകരിച്ചത് എന്ന് വീണ്ടും വീണ്ടും ഒരേ സ്ഥലത്ത് ഒരേ രീതിയിലൊരു യോഗങ്ങൾ നടത്തുന്നത് എന്തിനാ എന്ന് സ്വാഭാവികമായും ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. പ്രധാനമായ കാരണം ഈ സന്ദേശത്തിൻ്റെ ഗൗരവവും അതിൻ്റെ പ്രാധാന്യവുമാണ് അത് വിളിച്ചറിയിക്കുന്നത്. ഈ ശബ്ദവും ഈ പാട്ടുകളും കേട്ടപ്പോൾ വളരെ സ്വാഭാവികമായും നിങ്ങൾക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്ന ഒന്ന്, ഇതൊരു ബന്ധുക്കുസ്തുകാരുടെ പരിപാടിയാണ് എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് ബന്ധുക്കുസ്തുകാരുടെ പരിപാടിയല്ല. ഇത് തികച്ചും ഒരു മതപരമായിരിക്കുന്ന ഏതെങ്കിലും പ്രചരണത്തിന്റെ പേരിലല്ല ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. എന്നാൽ ജനം യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഞങ്ങൾ സംസാരിക്കുന്നതായിരിക്കുന്ന ആധാരമായിരിക്കുന്ന പുസ്തകം ബൈബിളാണ്. ഒരേ ഒരു വാക്യമാണ് വിശദീകരിക്കപ്പെടുകയും പല സ്ഥലങ്ങളിൽ വിശദീകരിക്കപ്പെടുകയും ചെയ്യുവാൻ ആധാരമായിരിക്കുന്ന ഒരേ ഒരു വാചകമാണ് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ആ വാചകം എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്. അത് ഈ വേദപുസ്തകത്തിലെ പുതിയ നിയമം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ കൊരിന്ത്യ സഭകൾക്കെഴുതുന്ന പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിലെ 5-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാചകം ഇങ്ങനെയാണ്: നമ്മൾ അവനിൽ എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കി എന്നാണ് എഴുതിയിട്ടുള്ളത്. ഈ 4 കാര്യങ്ങൾ, അവൻ ആരാണ്, നമ്മളുടെ അവസ്ഥ എന്താണ്, പാപമാക്കിയത് എങ്ങനെയാണ്, പാപമാക്കാനുള്ള കാരണം എന്താണ്, ഇത്യാദി കാര്യങ്ങൾ മാത്രമാണ് ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ വിശദീകരിച്ച് പറയുകയും അതിൽ നിന്ന് നമുക്കുണ്ടാകുന്നതായിരിക്കുന്ന ആവശ്യം അറിഞ്ഞിരിക്കേണ്ടതും നമുക്ക് എടുക്കേണ്ട തീരുമാനങ്ങളുമാണ് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇതിലാത്മീയ യോഗം എന്ന നിലയിൽ ബഹുമാന്യനായിരിക്കുന്ന ലാലവറുകൾ മുന്നോട്ട് വന്ന ഏക സത്യദൈവത്തിൽ വാക്ക് പ്രാർത്ഥിക്കുകയും അതിനന്തരമായിട്ട് ബഹുമാന്യനായിരിക്കുന്ന കുരിയച്ഛൻ അവറുകൾ ചില നിമിഷങ്ങൾ ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും പാപം എന്താണ് എന്നും പാപമാക്കപ്പെട്ടത് ആരാണ് എന്നും പാപമാക്കപ്പെട്ടതിന് കാരണം എന്താണ് എന്നും വിശദീകരിക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് ബഹുമാന്യനായിരിക്കുന്ന ലാൽ അവറുകളെ സ്വാഗതം ക്ഷണിക്കുകയാണ്. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവെ. ഈ വൈകിയ സമയത്ത് കന്നഡ ബുക്ക് ജംഗ്ഷനിൽ മാറ്റമില്ലാത്ത വചനം ഘോഷിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സ്വർഗം അഴച്ചോർക്കൊണ്ട് കർത്താവെ നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവെ, വചനം പറഞ്ഞ ദൈവാസ്മത്തുനിന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന് നേതൃത്വം സംസാരം വേണ്ട കൃപ മനു കൊടുക്കണം. അനേകം കേൾവിക്കാരുണ്ട് കർത്താവെ, അനേകം മക്കൾ അങ്ങ് ഇടപെടണം. കൊടുക്കുന്ന ടാക്കിൽ അനേകം മക്കൾ വായിക്കാൻ തക്കവണ്ണം ഇടയാക്കിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലതും നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. കൃപയായി പ്രാർത്ഥന സ്വർഗത്തിലെ പിതാവേ,
ഈ ദേശത്തിന് ആവശ്യമായിരിക്കുന്ന സന്ദേശം നൽകുവാൻ ബഹുമാന്യനായിരിക്കുന്ന കുര്യച്ചൻ അവരുടെ സാദരം ക്ഷണിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കെന്നഡി മുക്ക് ജംഗ്ഷനിലുള്ള പ്രിയമുള്ളവർക്കും ഈ ശബ്ദ ഉച്ചഭാഷയുടെ ശബ്ദപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനും ലോകരക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നദിമേറിയ നാമത്തിൽ ഞങ്ങളുടെ സായങ്കാല വന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇവിടെ മുന്നമേ പ്രസ്താവിച്ചതുപോലെ ഇവിടെ ഈ പ്രദേശത്ത് ഈ നിലയിലുള്ള യോഗം ക്രമീകരിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല എന്ന് നിങ്ങൾക്കറിയാം. ഞങ്ങൾ എന്തിനാണ് ഇവിടെ കടന്നു വന്നതെന്നുള്ളത് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട് ഇത് കൂടെ കൂടെ ഇവിടെ പ്രസ്താവിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ദൈവം സകല മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ സഹോദരൻ മുന്നമേ പ്രസ്താവിച്ചപ്പോൾ പറഞ്ഞു, പാപത്തെക്കുറിച്ചും മനുഷ്യരുടെ ജീവിതത്തിൽ പാപമാക്കപ്പെടുവാനായിട്ട് കാരണമായി തീർന്നതിൻ്റെ വസ്തുതയെയും ഇനി പ്രസ്താവിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ഇന്ന് ഞങ്ങളിവിടെ പറയുന്നതായിട്ടുള്ള ഈ സന്ദേശം സുവിശേഷത്തിൻ്റെ സന്ദേശമാണ്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സന്തോഷകരമായ വാർത്ത എന്നാണ്, ഗുഡ് ന്യൂസ്. ഈ സുവിശേഷ സന്ദേശം എങ്ങനെ അത് സന്തോഷകരമായ വാർത്തയായി തീർന്നു എന്ന് ചോദിച്ചാൽ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ഇത് സന്തോഷം ഉള്ള വാർത്തയായിട്ട് പറഞ്ഞതായിട്ട് ബൈബിൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ഇപ്രകാരം പറഞ്ഞു, സർവ്വജനത്തിനും ഉണ്ടാകുവാനായിട്ടുള്ള മഹാസന്തോഷത്തെ ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സുവിശേഷം അത് മനുഷ്യന്റെ രക്ഷകരമായ പ്രവൃത്തിയോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് എന്നുള്ളത് നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ കാര്യം യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ദൂതന്മാർ അത് പറഞ്ഞപ്പോൾ അതിനു ശേഷം പറഞ്ഞ വാക്ക് ഇപ്രകാരമാണ്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായിട്ട് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. അപ്പോൾ രക്ഷയ്ക്കായിട്ട് ഒരു പദ്ധതി ഉളവാക്കിയതിനെ കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, എന്തിനാണ് ഈ രക്ഷാകരമായിട്ടുള്ള പ്രവൃത്തി മനുഷ്യർക്ക് വേണ്ടി ദൈവം ഏർപ്പെടുത്തിയത്? എൻ്റെ പ്രിയ സഹോദരൻ ആദ്യം ഓർപ്പിച്ചതുപോലെ സകല മനുഷ്യരും പാപികളാണ്. പാപം എങ്ങനെയാണ് ഈ മനുഷ്യരിലേക്ക് കടന്നു വന്നത് എന്നുള്ളതിന്റെ വാസ്തവികതയെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് എന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്നാൽ പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പാപം കടന്നു വന്നത്? ദൈവികമായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളോടുകൂടെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്തിലേക്ക് വഴുതി വീണത് എങ്ങനെയാണ്? ബൈബിളിൽ നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, മനുഷ്യരോട് കൽപ്പിച്ചിരുന്ന കൽപ്പനകൾ ലംഘിച്ചത് മുഖാന്തരം അവർ പാപത്തിലേക്ക് വഴുതി വീണതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ പാപികളായ മനുഷ്യർക്ക് വേണ്ടി ദൈവം കരുണാസമ്പന്നനായിരിക്കുന്ന ദൈവം, സ്നേഹസമ്പന്നനായിരിക്കുന്ന ദൈവം തന്റെ ആ വലിയ സ്നേഹത്തിൽ നിവർത്തിച്ചതായിട്ടുള്ള രക്ഷണ്യ പ്രവൃത്തിയാണ് സുവിശേഷം എന്നുള്ളത്. അതുകൊണ്ട് ഈ സുവിശേഷം എല്ലാ മനുഷ്യരും ഒരുപോലെ അറിയേണ്ടതും അവരുടെ ജീവിതത്തിൽ അതിനാൽ പിടിക്കപ്പെടേണ്ടതും വളരെ ആവശ്യമായിട്ടിരിക്കുന്നു എന്നുള്ളത് ഓർക്കേണ്ടത് ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യമാണ്. എന്റെ മാന്യ സ്നേഹിതരെ, ഞങ്ങൾ പറയട്ടെ, സകല മനുഷ്യരും ഒരുപോലെ പാപികളാണ് എന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ബൈബിളിൽ പ്രകാരം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത്
ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് പറയുകയാണ്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചപ്പോൾ ദൈവികമായിട്ടുള്ള സ്വഭാവ ഗുണഗണങ്ങളോടെ സൃഷ്ടിച്ചുവെങ്കിൽ അവൻ പാപം ചെയ്തതിന്റെ ഫലമായിട്ട് അവനിലുണ്ടായിരുന്ന ദൈവ തേജസ് അവനെ വിട്ട് മാറി. എന്നാൽ മനുഷ്യന് നഷ്ടമായത് തിരികെ കൊടുക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചപ്പോൾ നീതിമാനായിരിക്കുന്ന ദൈവം, പാപത്തെ വെറുക്കുന്നവനായിരിക്കുന്ന ദൈവം പാപികളായ മനുഷ്യരെ സ്നേഹിച്ചപ്പോൾ പാപത്തിനു വേണ്ടിയ ശിക്ഷ നടപ്പാക്കേണ്ടതിന് വേണ്ടിയിട്ട് അവൻ ഒരുക്കിയ രക്ഷാമാർഗമാണ് സുവിശേഷം എന്നുള്ളത്. സുവിശേഷം എന്ന് പറഞ്ഞു എന്താണ് എന്നുള്ളത് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് ഇപ്രകാരം പറയുന്നുണ്ട്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം എന്ന് ബൈബിളിൽ പറയുന്നു. അതുകൊണ്ട് ഈ സുവിശേഷം എന്നുള്ളത് ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് ആ വസ്തുത നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ആരാണ് ആ വ്യക്തി? ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു, നസ്രായനായ യേശുക്രിസ്തു, അവനാണ് സുവിശേഷം. അവന്റെ ജനനത്തിങ്കിൽ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ തന്നെ ആ ദൂതന്മാർ പറഞ്ഞ കാര്യം ഇതാണ്: സർവ്വജനത്തിനും ഉണ്ടാകുവാനായിട്ടുള്ള ഒരു മഹാ സന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതത്തിന്റെയോ ഒരു സഭയുടെയോ അജണ്ടകളല്ല ഇവിടെ പ്രസ്താവിക്കപ്പെടുന്നത്. സകല മനുഷ്യരും ഒരുപോലെ അറിയേണ്ടതും സകല മനുഷ്യരുടെയും ജീവിതത്തിലേക്ക് ഒരു പരിവർത്തനത്തിന് കാരണമായി തീരേണ്ടതുമായ വസ്തുതയായിട്ട് ഈ സുവിശേഷം ഇരിക്കുന്നു എന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഈ സുവിശേഷം എന്നുള്ളത് യേശുക്രിസ്തു ആണ് എന്ന് ഞാൻ പറയുകയുണ്ടായല്ലോ. ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് യേശുക്രിസ്തു താൻ തന്നെ പറഞ്ഞു തുടങ്ങിയത് ഇപ്രകാരമാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തില് ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അതിനെ നാം ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുവാനായിട്ടാണ് കർത്താവ് പറഞ്ഞത്. സുവിശേഷമായിരിക്കുന്ന കർത്താവ് ഈ നിലയിൽ വിശ്വസിപ്പാനും അംഗീകരിപ്പാനും യോഗ്യമായിട്ടുള്ള ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു വചനത്തെ നമുക്ക് മറ്റെങ്ങും കാണുവാനായിട്ട് സാധിക്കുകയില്ല. ഈ സുവിശേഷത്താൽ പിടിക്കപ്പെട്ട പൗലോസ് എന്നൊരു വ്യക്തി ഇപ്രകാരം പറയുണ്ടായി: ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അതുകൊണ്ട് എന്റെ മാന്യ കേൾവിക്കാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സുവിശേഷത്തിന്റെ കേൾവി എല്ലാ മനുഷ്യർക്കും വേണ്ടിയാ ഉള്ളതാണ് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് ക്രിസ്തുമതക്കാരുടെ ക്രിസ്ത്യാനികളുടെ ഒരു സന്ദേശമായിട്ട് അവർ മനസ്സിലാക്കുന്നു. എന്നാൽ അങ്ങനെയല്ല. ആ തിരുവെഴുത്ത് പറയുന്നത് പോലെ ഇത് സകല മനുഷ്യർക്കും ഒരുപോലെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. തിരുവെഴുത്തിൽ ഒരു ഭാഗത്ത് ഇപ്രകാരം പറയുന്നുണ്ട്: എന്നാൽ അറിയായ്മയുടെ കാലങ്ങളിൽ ലക്ഷ്യമാക്കാതെ ദൈവം ഇപ്പോൾ എല്ലായിടത്തും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് മനുഷ്യരോട് പറയുവാനായിട്ടുള്ള സന്ദേശമാണ് ഈ സുവിശേഷം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, സകല മനുഷ്യരും ഒരുപോലെ പാപികളായിരിക്കുന്ന ആ അവസ്ഥയിൽ പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുന്ന ആ രക്ഷാമാർഗമാണ് ഈ സുവിശേഷം എന്നുള്ളത്. നഷ്ടപ്പെട്ടുപോയ മനുഷ്യനെ തിരികെ വിളിക്കുവാനായിട്ട് ദൈവം സ്വീകരിച്ച ഉപാധിയായിട്ട് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ സുവിശേഷം പാപികളായ മനുഷ്യരെ രക്ഷിക്കുന്ന സുവിശേഷമായിട്ട് അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞങ്ങൾക്ക് ഈ ക്രിസ്തുവിനെ അറിയാത്തതായിട്ടുള്ള ഒരു പൂർവ്വ ചരിത്രം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഈ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചപ്പോൾ ഈ സുവിശേഷത്തിന്റെ പങ്കുകാരായിട്ട് തീരുവാൻ പങ്കാളികൾ സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷാമാർഗത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ള വസ്തുതയാണ്. അതുകൊണ്ട് എന്റെ മാന്യ കേൾവിക്കാരെ ഞാൻ ഇപ്രകാരം ഓർപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്: സകല മനുഷ്യർക്കായിട്ടും ദൈവം ഒരുക്കിയതായിരിക്കുന്ന ഈ രക്ഷാമാർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ സുവിശേഷം ഒരുവനെ രക്ഷിക്കുന്നതാണെങ്കിൽ അത് രക്ഷാകാരണമായി തീർന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരുവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് അവൻ പാപമില്ലാത്ത ജനനം കാഴ്ചവെച്ച്
പാപമില്ലാത്ത ജീവിതം നയിച്ച് ഒടുവിൽ കാൽവറിയിലെ ക്രൂശിലെ മരണം കൊണ്ട് ആ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ള രക്ഷ അവിടെ ഒരുക്കിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, പാപികളായി ജീവിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന വസ്തുത പാപത്തിന്റെ ശമ്പളം മരണമെന്നുള്ള വസ്തുതയാണ് നമുക്ക് കാണുവാനായി കഴിയുന്നത്. വിശുദ്ധ തിരുവഴുത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്നാണ് പറയുന്നത്. ആ വാക്യം പരിശോധിക്കുമ്പോൾ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട വസ്തുക്കൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഏതൊരു മനുഷ്യന്റെ മുമ്പിലുള്ള രണ്ട് വഴികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് ആ വഴികൾ? ഒന്ന്, നാം ഇന്ന് ജീവിച്ചു പോകുന്ന നമ്മുടെ ഈ ജീവിത പാപ, അത് നമ്മുടെ ആ പാപം നിറഞ്ഞതായിട്ടുള്ള ഒരു വഴിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ പാപത്തിന് ഒരു ശമ്പളമുണ്ട്, ഒരു വേതനമുണ്ട്. എന്താണത്? മരണം. എന്നാൽ രണ്ടാമത്തെ വഴി എന്താണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? ദൈവം നൽകുന്നതാണത്. അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പോൾ നോക്കുക, രണ്ട് വഴികളുടെയും ഫലം എന്താണ്? ഒരു പാപത്തിൽ ജീവിച്ചുകൊണ്ട് പാപം മാത്രം ചെയ്തുകൊണ്ട് മുമ്പിലോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് മരണമെന്നുള്ളതായുള്ള ഭീതിജനകമായിട്ടുള്ള കാര്യം കാണുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ കൃപാപരമായിട്ട് നൽകപ്പെടുന്നത് നിത്യജീവനാണ്. പ്രിയമുള്ളവരെ, ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ അവന്റെ മുമ്പിൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ രണ്ട് സ്ഥാനത്തേക്കാണ് അവൻ കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. ഈ മനുഷ്യരെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, മനുഷ്യൻ ഇവിടെ ജനിച്ച് ജീവിച്ച് ഈ മരണം കൊണ്ട് ഇവിടെ നിന്ന് മാറ്റപ്പെടുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. മനുഷ്യൻ മരിച്ച് മൺമറയുന്ന ഒരു ജൈവരാശ പിണ്ഡമല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ മതസ്ഥരും ഒരുപോലെ പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. ഒരു സ്വർഗത്തെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നുണ്ട്, ഒരു നരകത്തെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഈ മനുഷ്യന് ഈ രണ്ട് സ്ഥാനമുള്ളതിൽ ഏത് സ്ഥാനത്തേക്കാണ് ഇന്ന് നിങ്ങളുടെ ആത്മാവ്? ഇവിടെ നിന്ന് നിങ്ങൾ മാറ്റപ്പെട്ടാൽ നിങ്ങളുടെ ആത്മാവിൽ എവിടെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പാപത്തിന്റെ വഴികളിൽ പാപികളായിരിക്കുന്ന മനുഷ്യർ പാപം മാത്രം ചെയ്തുകൊണ്ട് അത് തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർ ചെന്നെത്തുന്നത് നിത്യ നരകത്തിലേക്കാണ്. മരണം അവരെ പിടിച്ചിട്ട് അവൻ ചെന്നെത്തുന്ന സ്ഥാനം നരകമാണ്. ശിക്ഷയാണ് അവൻ അനുഭവിക്കുവാൻ പോകുന്നത്. എന്നാൽ ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നവരുടെ കാര്യത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ അവനൊരു നിത്യ ജീവനുണ്ട്. അവനെ കുറിച്ച് പറയുന്നത് അവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ മാന്യ കേൾവിക്കാരെ, ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ നിങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആത്മാവിന്റെ നിശ്ചത എവിടെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. പാപികളായിരിക്കുന്ന മനുഷ്യർക്ക് പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം അനുഭവിക്കുമ്പോൾ അവൻ മരണപ്പെട്ട് അവൻ കടന്നു ചെല്ലുന്നത് നിത്യനരകത്തിലേക്കാണ്. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരുവൻ ആ ശിക്ഷാവധി അകണ്ടവനായിട്ട് ജീവിക്കുന്നുവെങ്കിൽ അവൻ ചെന്നെത്തുന്നത് സ്വർഗത്തിലാണ് എന്നുള്ളതാണ് തിരുവചനം പറയുന്നത്. അതുകൊണ്ട് എന്റെ മാന്യം കേൾക്കാതെ, നിങ്ങൾക്ക് ഏത് സ്ഥാനത്തേക്കാണ് പോകുവാനായിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്നുള്ളത് ഈ ഭൂമിയിൽ വെച്ച് നിങ്ങളുടെ ഈ കൊച്ചു ജീവിതത്തിൽ ഉറപ്പുവരുത്തുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. ബൈബിൾ പ്രകാരം പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഒഴിച്ചുകൂടാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സത്യമേറിയ വസ്തുതയായിട്ട് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്കറിയാം, എല്ലാ മനുഷ്യരും ഒരുപോലെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് മരണം. മരണം വരുമ്പോ നാം നേടേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. തിരുവഴുത്ത് വളരെ വ്യക്തമായിട്ട് പ്രകാരം പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനമാണ്? ഈ ലോകത്തിൽ അനവധിയായിട്ടുള്ള കാര്യങ്ങൾ നേടി അനേകമായ കാര്യങ്ങൾ സമ്പാദിച്ചു. പക്ഷേ ഇതൊന്നും ഇവിടെ മരണം വരുമ്പോൾ ഇതൊന്നും നമുക്ക് കൊണ്ടുപോകുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഈ ഭൂമിയിലെ നമ്മുടെ ക്ഷണികമായിട്ടുള്ള ജീവിതത്തില് നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ജീവിതം കഴിയുമ്പോൾ മറ്റൊരു അനന്തമായിട്ടുള്ള ജീവിതം നമുക്ക് മുമ്പുണ്ട്. ആ അനന്തകാലം നാം എവിടെ ചെലവഴിക്കുമെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്.
ഇവിടെ ഈ സിസ്റ്റം ഓൺ ചെയ്ത് ആദ്യം പാട്ടുകൾ ഇവിടെ പ്ലേ ചെയ്തപ്പോൾ അതിൽ പാടുകയുണ്ടായി, മനുഷ്യന്റെ ജീവിതം എന്നുള്ളത് ക്ഷണഭംഗുരമായിട്ടുള്ള ജീവിതമാണ്. വളരെ കുറച്ചു കാലം മാത്രമുള്ള ജീവിതം. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതം എവിടെയായിരിക്കും എന്നുള്ളതിന് നാം ഓരോരുത്തരും നാം നിർണയമെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. പ്രിയമുള്ളവരെ, വളരെ വ്യക്തതയോടുകൂടി ഞങ്ങൾ പറയട്ടെ, ഇന്ന് നിങ്ങൾ ഈ വിളി സ്വീകരിച്ച് ഈ രക്ഷാമാർഗത്തിലേക്ക് കടന്നു വന്നില്ല എങ്കിൽ നിങ്ങളുടെ അവസ്ഥ എത്രയോ ശോചനീയമായി തീരുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബൈബിളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞത് ഈ സുവിശേഷത്തെക്കുറിച്ച്, സുവിശേഷത്തിന് ആധാരമായിരിക്കുന്ന കർത്താവ് തന്നെ ആദ്യം പറഞ്ഞത് ഇത് മാനസാന്തരപ്പെട്ട് ഇത് വിശ്വസിപ്പിനെന്നാണ്. ഇല്ല എങ്കിൽ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി വഴിയുമെന്നുള്ള ഒരു ചോദ്യചിഹ്നം ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് എന്റെ മാന്യ കേൾവിക്കാരെ, ഞങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നിങ്ങൾ ഇതുവരെയും കടന്നു വന്നിട്ടാൽ ഇല്ല എങ്കിൽ സർവജനത്തിനും വേണ്ടിയിട്ട് രക്ഷാകരമായിട്ട് ദൈവം സൗജന്യമായി ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷാമാർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരേണ്ടിയിരിക്കുന്നു. ഇതിന് ആരുടെയും ഒരു ചെല്ലി കാശ് പോലും ആവശ്യമില്ല, അതിൽ യാതൊരു പുണ്യപ്രവർത്തികളും ആവശ്യമില്ല, നമ്മുടേതായിട്ടുള്ള ഒരു കർമ്മങ്ങളും നമ്മെ രക്ഷിക്കുകയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് മോക്ഷം കിട്ടുമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ഈ മനുഷ്യനായിട്ട് ഈ മുമ്പിലേക്ക് കടന്നു വരേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. എന്നാൽ സകല മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ട്, ഒരു ലോകത്തെയും സ്നേഹിച്ചുകൊണ്ട് സ്വർഗം വിട്ട് താനിറങ്ങി ഈ ഭൂമിയിലേക്ക് മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട് അവതരിച്ച ഈ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുവാനായിട്ട് ഞങ്ങൾ വളരെ വിനീതമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എന്റെ മാന്യ കേൾവിക്കാരെ, ഇത് ഒരു സഭയിലേക്കും ആളുകളെ ചേർക്കുന്ന വിഷയമല്ല, നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കുകയും ഇത് കേൾക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല എന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ രക്ഷയ്ക്കായിട്ട്, നമ്മുടെ ശിക്ഷാവധിയെ മാറ്റുവാനായിട്ട് വലിയവനായിരിക്കുന്ന ദൈവം ചെയ്ത ഈ പ്രവൃത്തി അതിന്റെ ഉള്ളങ്ങളിൽ മനസ്സിലാക്കുവാനും ഈ സുവിശേഷത്തിൽ വിശ്വസിച്ച് നിങ്ങൾ ആത്മരക്ഷ പ്രാപിക്കുവാനും ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ജീവിതത്തിന്റെ പലവിധമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, ജീവിതത്തിൽ പലവിധമായിട്ടുള്ള പ്രതിസന്ധികൾ നേരിടുന്നവരായിരിക്കാം. ഇനി എങ്ങനെയെന്ന് ചിന്തിക്കുന്നവർ, എന്നെ കേൾക്കുന്നവർ പലരും ഉണ്ടായിരിക്കാം. എന്നാൽ ശാശ്വതമായിട്ടുള്ള സമാധാനവും സന്തോഷവും നൽകുന്ന ഏക വ്യക്തി അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഞാൻ ആദ്യം പറഞ്ഞതായിട്ടുള്ള ആ ഭാഗത്ത് യേശുക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞപ്പോൾ അവിടെ ആ ദൂതൻ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു സ്വർഗത്തിലെ ഒരു സംഘം കടന്നു വന്ന് പാട്ടുപാടിയപ്പോൾ ഇപ്രകാരമാണ് പാടിയത്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നുള്ളതാണ്. എന്താണ് ദൈവപ്രസാദം? ഒരിക്കലൊരാൾക്ക് യേശു കർത്താവിനോട് ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ ചെയ്യുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു കർത്താവ് അവരോട് മറുപടി പറഞ്ഞു, അവനെ അയച്ചവരിൽ വിശ്വസിക്കുക, അതായത് കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ കർത്താവിൽ വിശ്വസിച്ചാൽ നമുക്ക് സമാധാനം ലഭിക്കും. സമാധാനം ലഭിക്കുന്ന ഒരേ ഒരിടം അത് കർത്താവിന്റെ സന്നിധാനം മാത്രമാണ്. കർത്താവിന്റെ സാമീപ്യമാണ് നമുക്ക് സമാധാനം നൽകുന്നത്. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. ഞാൻ തരുന്ന സമാധാനം അത് നിത്യമായിട്ടുള്ള സമാധാനമാണ്. അവിടെ പറയുമ്പോൾ ലോകത്തിന് സമാധാനം നൽകുവാൻ കഴിയുമെന്ന് അവിടെ കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ അല്പസമയത്തേക്ക് സമാധാനവും നമ്മുടെ ജീവിതത്തിലെ ടെൻഷനൊക്കെ അകന്ന് ജീവിക്കുവാനായിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമായി വന്നേക്കാം. എന്നാൽ നിത്യമായിട്ട് ഒരു സമാധാനം നമുക്ക് ഒരിക്കലും ലഭിക്കുകയില്ല. യഥാർത്ഥത്തിൽ സമാധാനം നൽകുവാൻ കഴിയുള്ള ഏക വ്യക്തി അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശത്തിന് വിഷയമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് യെശയ്യാ എന്ന ഒരു പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവന് അത്ഭുത മന്ത്രി, ധീരനാം ദൈവം,
ആ നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കുമെന്ന് പറയുകയാണ്. അവിടെ സമാധാനത്തിന്റെ പ്രഭു എന്നൊരു കാര്യം അവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കാലത്തിന്റെ തികവെങ്കിൽ സർവജനത്തിന്റെയും സമാധാനത്തിനായിട്ട്, സർവജനത്തിന്റെയും സന്തോഷത്തിനായിട്ട്, സർവജനത്തിന്റെയും രക്ഷയ്ക്ക് വിഷയമായിരിക്കുന്ന കർത്താവ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് ജന്മമെടുത്ത് മനുഷ്യന്റെ പാപപ്രവൃത്തികൾക്ക് ആ പരിഹാരം വരുത്തുവാൻ പാപമില്ലാത്തവനായിരുന്ന, ഊനമില്ലാത്തവനായിരുന്ന, നിഷ്കളങ്കരായിരുന്ന ദൈവത്തിന്റെ ഏകപുത്രൻ കാൽവറിയിലെ ക്രൂശിൽ മരിച്ചുകൊണ്ട് സകല മനുഷ്യർക്കും രക്ഷ ഒരുക്കിയത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ആ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എന്ത് തന്നെ പ്രശ്നത്തിൽ അകപ്പെട്ടവരായാലും, നിങ്ങൾ ഏത് പ്രതിസന്ധികളായിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൈവരിക്കുവാൻ സാധിക്കുമെന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. അതുകൊണ്ട് ഈ കർത്താവിൽ വിശ്വസിക്കുവാനായിട്ട് ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. അവനെ ഈ ലോകത്തിന് ദൈവം അയച്ചുകൊണ്ട് തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: തന്റെ ഏകജാതനായ പുത്രനിൽ, അതായത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ, അതായത് യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തന്നോട് ഇഷ്ടമുള്ളവരെ സ്നേഹിച്ചു എന്നുള്ളതല്ല, ഒരു ക്രിസ്ത്യാനിയെ സ്നേഹിച്ചു എന്നല്ല അവിടെ പറയുന്നത്. ലോകത്തെ സ്നേഹിച്ചു. ഈ ലോകത്തിൽ ഇന്ന് മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള ഏത് മതസ്ഥരും ഒരു മതത്തിലും പെടാത്തവർക്കായാലും സകല മനുഷ്യർക്കും വേണ്ടി ഒരിക്കലായിട്ടുള്ള രക്ഷയുടെ പ്രവൃത്തിയാണ് ഞങ്ങൾ ഇവിടെ അറിയിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്, സകല മനുഷ്യർക്കും വേണ്ടി ഒരിക്കലായിട്ടുള്ള ഈ രക്ഷാമാർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ ഇന്ന് ഈ വൈകിയവേളയിൽ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. ഈ സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് മുമ്പിലുള്ള ന്യായവതിയാകുന്ന നിത്യ സൗഭാഗ്യത്തിന്റെ അവകാശികളായി തീരുവാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ ഞാൻ പറഞ്ഞതുപോലെ സുവിശേഷം അത് യേശുക്രിസ്തുവാണ്. ഈ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് സകല മനുഷ്യർക്കും വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ മരിച്ചപ്പോൾ ആ ഗോൽഗോഥയുടെ മലമുകളിൽ ഉയർത്തപ്പെട്ട 3 കുരിശുകളുടെ മധ്യത്തിൽ ആ വലിയ കള്ളനെ പോലെയാണ് യേശു കർത്താവിനെ ക്രൂശിച്ചത്. എന്നാൽ അവരുടെ ഇടത്തും വലത്തുമായിട്ട് തെറ്റുകാരായ, കുറ്റക്കാരായ, കൊലപാതകരായ 2 പേരെ ക്രൂശിക്കുകയുണ്ടായി. അവർ 2 പേരും ഈ യേശുക്രിസ്തുവിനെ നിന്ദിച്ചു. നീ ദൈവമല്ലയോ, നിന്നെ തന്നെയും രക്ഷിക്കാൻ ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിന്ദിച്ചു. എന്നാൽ ഒടുവിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നറിയാമോ? അത് 2 പേരിൽ ഒരു മാനസാന്തരം ഉണ്ടായി. അവൻ പറഞ്ഞു, അവനെ ശാസിച്ചു. മറ്റവനെ ശാസിച്ചിട്ട് പറഞ്ഞു, നാമോ ന്യായമായത് അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, കർത്താവ് ശിക്ഷ അനുഭവിച്ചത് അവൻ ചെയ്ത തെറ്റുകൊണ്ടല്ല. അവന് തെറ്റ് ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. കാരണം അവൻ സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവമായിരുന്നു എന്നുള്ളത് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അവനിലൊരു പാപവും ആർക്കും ചൂണ്ടിക്കാട്ടുവാൻ കഴിഞ്ഞില്ല. അവൻ നിന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം? ആർക്കും ഒരു മറുപടിയില്ല. ആർക്കും ഒന്നും പറയുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ള സത്യം തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അവിടെ ക്രൂശിതനായ വ്യക്തിക്ക് മാനസാന്തരം വന്നപ്പോൾ അവൻ പറയുകയാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. എന്റെ മാന്യ സ്നേഹിതരെ, നിങ്ങളോട് ഞങ്ങൾ പറയട്ടെ, ഈ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ അവൻ നിങ്ങളെ ചേർത്തുകൊള്ളും. അതിനെന്താണ് നമുക്കുള്ള ഉറപ്പെന്താണ്? യേശു കർത്താവ് കള്ളനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പരദീസായിലിരിക്കും. പ്രിയമുള്ളവരെ, യേശു കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നവരെ അവൻ കൈക്കൊള്ളുന്നവനാണ്. അത് അങ്ങനെ കൈക്കൊള്ളണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം ആദ്യം അവനെ കൈക്കൊള്ളണം. നാം അവനെ സ്വീകരിക്കണം. തിരുവെഴുത്തിൽ പ്രകാരം പറയുന്നു, അവനെ കൈക്കൊണ്ട്, അവനെ അർത്ഥാൽ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. എന്റെ മാന്യ കേൾവിക്കാരെ, ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, ഈ സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിത്യ രക്ഷ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിത്യ സമാധാനവും സന്തോഷമുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും.
ഒരു വലിയ പ്രത്യാശയുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരുവാൻ കഴിയും. ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം, അനവധിയാണ്. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം കഴിയും. നാം മരണത്തിന് കീഴടങ്ങും, എന്നാൽ ഈ മരിച്ചാലും ജീവിക്കുമെന്നുള്ളതായിട്ടുള്ള വലിയൊരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിലേക്ക് കൈവരും. അതുകൊണ്ട് എന്റെ മാന്യ കേൾക്കാരെ, സർവ്വജനത്തിനു വേണ്ടിയിട്ട് വലിയവനായിരിക്കുന്ന ദൈവം ഒരുക്കിയതായിട്ടുള്ള ഈ രക്ഷാമാർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഞാൻ ഒരു വാക്യം ഇടയ്ക്ക് ഉത്തരിച്ചല്ലോ, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിത്യജീവൻ തന്നെ. നിങ്ങൾക്ക് ആ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം വേണമോ? അതിനുവേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി. എന്നാൽ നിത്യജീവനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു വസ്തുത, എനിക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് സ്വർഗം വിട്ട് താണ്ടിറങ്ങി, എനിക്ക് വേണ്ടി മനുഷ്യനായിട്ട് താണ്ടിറങ്ങി, എനിക്ക് വേണ്ടി ദാസനായി തീർന്ന്, എനിക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിലെ ഖേദകരമായ മരണം സഹിച്ച്, എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ബൈബിൾ പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷ പ്രാപിക്കും. ഒരേ ഒരു കാര്യം മാത്രം ഇവിടെ പറയുന്നത്, യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് കേട്ട് പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് ആർ വിശ്വസിക്കുമ്പോൾ അവന് രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഇതാണ് സുവിശേഷത്തിന്റെ സന്ദേശം. പാപിയായ മനുഷ്യന് വേണ്ടിയിട്ട് വലിയവനായിരിക്കുന്ന ദൈവം, സ്നേഹസമ്പന്നനായിരിക്കുന്ന ദൈവം ഒരിക്കലായിട്ടുള്ള ആ രക്ഷാമാർഗം, അത് സുവിശേഷമാണ്. ആ രക്ഷാകരമായി തീർന്ന പ്രവൃത്തിയാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം എന്തുകൊണ്ട് എല്ലാവരും കേൾക്കണം? സകല മനുഷ്യരും ഒരുപോലെ പാപികളായിരിക്കുന്നതുകൊണ്ട് ഈ സുവിശേഷം എല്ലാവരും അറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ കൂടെ വരുവാൻ കാരണമായി തീർന്നത്. ആരും കൈവിടപ്പെട്ട് പോകരുത് എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് സ്വർഗത്തിന്റെ അവകാശികളായി തീരണം എന്നുള്ള ആഗ്രഹം ദൈവത്തിൻ്റെതാണ്. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചവരും അവന്റെ വക്താക്കളുമായിട്ട് നിൽക്കുന്നവരുമായതുകൊണ്ട് ഞങ്ങൾ കൂടെ ഇവിടെ കടന്നു വന്ന് ഈ സന്ദേശം നിങ്ങളോട് അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ സുവിശേഷം കേട്ടേ മതിയാകൂ. ഇത് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞേ മതിയാകൂ. അതുകൊണ്ട് എന്റെ മാന്യ സ്നേഹിത, സകല മനുഷ്യർക്കും വേണ്ടി ദൈവം തന്റെ ആർദ്ര കരുണയാൽ ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷാമാർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ സുവിശേഷം നിന്നെ ജീവിപ്പിക്കുന്നതാണ്. നീ പാപിയായിരിക്കുന്ന മനുഷ്യൻ, പാപത്തിന് അടിമപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ഈ കർത്താവിനുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവം കൃപാദാനമായിട്ട് നൽകുന്ന നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് മാന്യ സ്നേഹിത, നിങ്ങൾ സമയം പാഴാക്കരുത്. ഈ വിളി നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് എന്നുള്ളതായിട്ടുള്ള ദിവസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ കർത്താവിൽ വിശ്വസിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ബൈബിൾ പ്രകാരം പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അതുകൊണ്ട് എന്റെ മാന്യ സ്നേഹിത, പിന്നീട് എന്നുള്ള സമയത്തിന് ഫലസിദ്ധി ഇല്ല എന്ന് നാം മനസ്സിലാക്കുന്നത് പോലെ നാളത്തേക്കായിട്ടോ അടുത്ത നിമിഷത്തിനായിട്ടോ സമയം മാറ്റിവെക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവൻ കൊടുത്ത ഈ കർത്താവിലേക്ക് നിങ്ങൾ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച് അവന്റെ മകളുമായിട്ട് തീരുവാൻ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന് ഈ ശബ്ദത്തിന് ചെവിക്കൊണ്ടില്ല എങ്കിൽ ഈ സുവിശേഷം നിമിത്തം ന്യായം ലഭിക്കുന്ന ഒരു നാൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ ആദ്യം ഉദ്ധരിച്ച ഒരു വാക്യം ഓർപ്പിക്കട്ടെ. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം രക്ഷമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുകയാണ്. ഇല്ല എങ്കിൽ അതിനുശേഷം പറയുന്ന ഇപ്രകാരമാണ്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവർ ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. അതിനുള്ള ഉറപ്പ് അവനെ, അതായത് കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് അത് ഉറപ്പ് തന്നിരിക്കുകയാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് അവൻ മരിച്ച ഒരു കർത്താവല്ല. മരിച്ച കർത്താവ് ഒരിക്കൽ മരിച്ചവരെങ്കിലും മൂന്നാം നാൾ ജൈവീരനായിട്ട് ഉയർത്തിയിട്ട് തന്നെ വിശ്വസിക്കുന്നവരുടെ നീതീകരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇന്ന് ജീവനിൽ വാഴുന്നവരാണ്. അതുകൊണ്ട് ഈ ജീവനുള്ള ദൈവത്തിൽ ദൈവമായിരിക്കുന്ന ഈ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ,
സുവിശേഷം അംഗീകരിച്ചില്ല എങ്കിൽ, ഇതിനെ സ്വീകരിച്ചില്ല എങ്കിൽ, ഈ കേൾവി നിങ്ങൾക്ക് നിങ്ങളെ ശിക്ഷാവധിയിലേക്ക്, നിങ്ങളെ ന്യായം വിധിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ സുവിശേഷ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹ വിഷയമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ബൈബിളിൽ പ്രകാരം ഒരു വാക്യമുണ്ട്: സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയുള്ള മഹത്വവും വിട്ടതെന്ന് നിത്യനാശം എന്ന ശിക്ഷാവധി അനുഭവിക്കേണ്ടി വരും. എന്റെ മാന്യ കേൾവിക്കാരൻ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിത്യനാശത്തിലേക്ക് പോകണമോ അതോ നിത്യസ്വർഗത്തിലേക്ക് പോകണമോ? നിത്യനാശത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഇന്ന് സുവിശേഷത്തെ അനുസരിക്കാതെ പോകുന്ന ഈ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി. എന്നാൽ നിങ്ങൾക്ക് നിത്യസ്വർഗത്തിലേക്ക് പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശുക്രിസ്തു താൻ തന്നെ ഇപ്രകാരമാണ് പറഞ്ഞത്. ഈ ലോകത്തിൽ തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഇപ്രകാരം പറഞ്ഞു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ, അതായത് സ്വർഗത്തിലേക്ക് പോകുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്ക് പോകുവാനായിട്ടുള്ള ഏക മാർഗം അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഈ കർത്താവിൽ വിശ്വസിക്കുവാനും ഈ കർത്താവിനെ പിന്തുടരുവാനും ഭാഗ്യം ലഭിച്ചതായിട്ട് പത്രോസ് എന്ന ശിഷ്യൻ ഇപ്രകാരമാണ് പറഞ്ഞത്. അവൻ ഇപ്രകാരമാണ് വിളിച്ചു പറഞ്ഞത്: മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ആ ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഇന്നും പറയുവാനായിട്ടുള്ളത്. നാളെയും അത് തന്നെയാണ് അനുവദിച്ചാൽ പറയുവാനായിട്ടുള്ളത്. രക്ഷയ്ക്കുള്ള ഏകമാർഗം ഈ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് എന്റെ മാന്യ കേൾവിക്കാരെ, നിങ്ങളുടെ മോക്ഷപ്രാപ്തിക്കായിട്ട് നിങ്ങൾ മറ്റേതെങ്കിലും മാർഗം സ്വീകരിക്കുന്നവരാണെങ്കിൽ ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ള ആ മാർഗമൊന്നും നിങ്ങളെ ആ സൗഭാഗ്യത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുകയില്ല. എന്നാൽ ഈ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ ഉണ്ടാകും. എന്ന് മാത്രമല്ല, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ വിശ്വസിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നിത്യജീവൻ നിങ്ങൾക്ക് ലഭ്യമായി തീരും. ഇന്ന് നിങ്ങൾ ഭരിച്ചാൽ നിങ്ങൾ കർത്താവിനോട് കൂടെ ആയിരിക്കുമെന്നുള്ള ആ വലിയ പ്രത്യാശയുടെ ഉടമകളായിട്ട് നിങ്ങൾ തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മാന്യ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളോട് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. സർവ്വജനത്തിനും ഉണ്ടാകുവാനായിട്ട് ഉള്ള ഒരു സന്തോഷത്തെ കുറിച്ച് ദൈവൻ അന്ന് പറഞ്ഞെങ്കിൽ ഈ കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് തന്റെ സ്നേഹത്തിന്റെ വേല ഭംഗിയായിട്ട് നിവർത്തിച്ചു. ഇനി രക്ഷയ്ക്കായിട്ട് ഒരു പ്രവൃത്തിയും ആവശ്യമില്ലാതെ വണ്ണം അത് ഏറ്റവും ഭംഗിയായിട്ട് നിവർത്തിച്ചിരിക്കുകയാണ്. എവിടെയാണ് നിവർത്തിച്ചത്? കായുടെ ഉന്നതങ്ങളിലേക്ക് നോക്കുമ്പോൾ പാപമില്ലാത്തവരുവൻ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും പാപത്തിന് വേണ്ടി തൂക്കപ്പെട്ട കാഴ്ച എത്രയോ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എന്തിനാണ് അവസ്ഥയിലൂടെ കടന്നുപോയത്? അനുസരണം കെട്ടവരായിരുന്ന നമ്മെ നീതി വഴിയിലേക്ക് കൊണ്ടുവരേണ്ടതിന് വേണ്ടി കർത്താവ് അതെല്ലാം സഹിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആദിയിൽ മനുഷ്യന്റെ അനുസരണക്കേട് കൊണ്ട് പാപം മനുഷ്യരിലേക്ക് കടന്നു വന്നെങ്കിൽ ആ യോഗസഭ്യമായിരിക്കുന്ന ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നുവന്ന് തന്റെ ആ രക്ഷണ പ്രവൃത്തി തികച്ചതിന്റെ ഫലമായി ആ അകലിലുള്ള വിശ്വാസത്താൽ അനേകര് നീതിമാന്മാരായി തീരുന്നു എന്നുള്ള വലിയൊരു വസ്തുതയാണ് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത്. അതുകൊണ്ട് സകല മനുഷ്യർക്കും ഒരുപോലെ രക്ഷയ്ക്ക് കാരണമായിരിക്കുന്ന, എല്ലാവരെയും രക്ഷിക്കുന്ന, എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഈ നല്ല യേശുക്രിസ്തുവിനെ വിശ്വാസമുള്ളവരായിട്ട് തീരുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഇതിന് നിങ്ങൾ ചെവി കൊടുത്തില്ല എങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന ഒരു സമയമുണ്ട്. നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിച്ചില്ല? പ്രിയമുള്ളവരെ, നിങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു നാളുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അത് നിയമനമായിട്ട് തന്നിരിക്കുക, എല്ലാ മനുഷ്യർക്കുമുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ സകല മനുഷ്യർക്കും വേണ്ടി ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് കടന്നു വന്ന് ജന്മമെടുത്ത് രക്ഷ പ്രവൃത്തി തികച്ച ഈ കർത്താവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. നിങ്ങൾക്ക് ഈ രക്ഷ അനുഭവമാക്കുവാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ കൈവിടപ്പെട്ടു പോകരുത്. ഇത്ര വലിയ രക്ഷയെ നിങ്ങൾ ഗണ്യമാക്കാതെ പോകരുത്. ഗണ്യമാക്കാതെ പോയാൽ നിങ്ങൾ എങ്ങനെ തെറ്റി ഒഴിയുമെന്നാണ് ബൈബിൾ ചോദിക്കുന്നത്. തെറ്റി ഒഴിയുവാനായിട്ട് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, എല്ലാവരും ഇതിനെ അഭിമുഖീകരിച്ചേ മതിയാകും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം ഈ യേശുക്രിസ്തുവിലേക്ക് നിങ്ങൾ കടന്നു വരിക. അവൻ നിങ്ങൾക്ക് ആശ്വാസം തരും, നിങ്ങൾക്ക് സമാധാനം തരും.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ ഏവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിനെന്നാണ് കർത്താവ് പറഞ്ഞത്. ദാഹിച്ച് വളയുന്നവരായിരിക്കാം, ആത്മീയ ദാഹം നിങ്ങൾക്കുണ്ടായിരിക്കാം. കർത്താവ് പറഞ്ഞു, അല്ലയോ ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങൾ സ്നേഹത്തോടെ മാടി വിളിക്കുക. നിങ്ങൾ വരുമോ? ഇന്ന് ഈ വിളി നിങ്ങൾ ദർശിച്ചാൽ നിങ്ങൾക്ക് തെറ്റിയൊഴിയാവതല്ല എന്നുള്ളത് ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. ഈ സത്യത്തെ നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഈ സുവിശേഷത്തിൽ വിശ്വസിച്ച് നിങ്ങൾ ജീവിതത്തിൽ ദൈവമുള്ളവരായി തീർന്ന് നിത്യ സൗഭാഗ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വചനസത്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് വിഷയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ എൻ്റെ എളിയ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. താങ്ക് യു മൈ ഡിയർ കുര്യച്ചൻ. മനുഷ്യന്റെ രക്ഷയെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ സവിസ്തരം സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കുമുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഉപസംഹാര സന്ദേശത്തോടുകൂടി പ്രാർത്ഥിച്ച് ഈ ബഹുമാനനായിരിക്കുന്ന കുഞ്ഞുമണ്ടാനിൽ ഉപസംഹാര സന്ദേശം നൽകുകയും അതായി സമൂലവരുകൾ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്കറിയുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം പറയേണ്ടത് ആവശ്യമാണ്. ബഹുമാനനായിരിക്കുന്ന ഇവിടെ ലോട്ടറി കച്ചവടം ചെയ്യുന്ന സുഭാഷ് എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ നൽകുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഞങ്ങളിത് മീറ്റിംഗ് നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മേശ അല്പം മാറ്റിവെച്ച് ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് ചെയ്തു തരികയാണ് ചെയ്തത്. പല സ്ഥലങ്ങളിലും ഞങ്ങളോടാണ് മാറ്റാൻ പറയുന്നത്. എന്നാൽ അദ്ദേഹം ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. എന്നാൽ അദ്ദേഹം ചെയ്യുന്ന ജോലി ഈ ഭാഗ്യക്കുറികൾ വിൽക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഉപജീവന മാർഗമാണ്. എന്നൊരു കാര്യം അതിനെ സംബന്ധിച്ച് പറയേണ്ടത് ആവശ്യമാണ്. കാരണം ഈ ഭാഗ്യക്കുറി എടുക്കുന്ന എല്ലാവർക്കും ഭാഗ്യം ലഭിക്കുകയില്ല. എന്നാൽ ചിലർക്ക് ലഭിച്ചെന്നിരിക്കാം. പല വിധങ്ങളിലായിരിക്കുന്ന പൈസയാണ് അല്ലെങ്കിൽ പണമാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കാൻ പോകും. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം എന്ന് പറയുന്നത് ഇത് വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു വ്യത്യാസമില്ല, എല്ലാവർക്കും രക്ഷയ്ക്ക് കാരണമായി തീരുമെന്നുള്ള ഉറപ്പുള്ള ഒരു സന്ദേശമാണ്. ഇതിന് ഉറപ്പില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ചിലർക്കെല്ലാം ലഭിക്കുന്നു എന്നതാണ് നമ്മളെല്ലാവരും എടുക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഈ സുവിശേഷം എടുക്കാത്തത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അത് മതപരമാണെന്ന് പറഞ്ഞും മറ്റു പല കാര്യങ്ങൾ പറഞ്ഞാണ് അവർ ഉപേക്ഷിക്കുന്നത്. എന്നാൽ ഇത് നിശ്ചയമായും നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാൻ ഉതകുന്ന ഒരു സന്ദേശമാണ്. ഉപസംഹാര സന്ദേശത്തിനായിട്ട് ബഹുമാനനായിരിക്കുന്നതായി സമൂലവറുകളെ സാദരം ക്ഷണിക്കുകയാണ്. അതേ സമയമല്ല, അദ്ദേഹത്തിന്റെ പേര് കുഞ്ഞുമണ്ടാനിലാണ്. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുകയാണ്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ സായാഹ്ന വന്ദനം അറിയിക്കുകയാണ്. ഒരിക്കൽ ജോർജ് ബെർണാഡ് ഷാ എന്ന പേരുള്ള വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ ഒരു സംഭവം പറയുകയുണ്ടായി. ഒരു രാത്രിയിൽ ഒരു വ്യക്തി തനിക്ക് അത്ര പരിചയമില്ലാതിരുന്ന ഒരു നഗരത്തിൽ, ഒരു പട്ടണത്തിൽ ചെന്ന് രാത്രിയിൽ ഒരു മദ്യശാലയിൽ കയറി. അവിടെ അദ്ദേഹം സാധാരണയിൽ കൂടുതൽ മദ്യം സേവിച്ചു. അദ്ദേഹം ലഹരി പിടിച്ചതിന് ശേഷം വേച്ച് നടന്ന് താൻ പോവുകയാണ്. എന്നാൽ തനിക്ക് ഒരു പ്രശ്നമുണ്ടായത്, തനിക്ക് മടങ്ങിപ്പോകേണ്ടത് ഏതും തന്റെ ഹോട്ടൽ മുറിയിലേക്ക് കടന്നു പോകാനുള്ള ആ വഴി തനിക്ക് അങ്ങ് മിസ്സായിപ്പോയി. എങ്ങനെയാണ് റൂമിലെത്തേണ്ടതെന്ന് തനിക്ക് നല്ല ബോധ്യമില്ല. അങ്ങനെ വേച്ച് അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹം രാത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരന്റെ ശരീരത്തിൽ ചെന്ന് ഇടിച്ചു. ഉടൻ പോലീസുകാരന് ദേഷ്യം വന്നു. അദ്ദേഹം നിവർന്നു നിന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? ഇത് കേട്ട് അല്പം ശ്രദ്ധയോടെ ഈ മദ്യപിച്ച് ലഹരി പിടിച്ചിരുന്ന വ്യക്തി പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലാണ് നമ്മൾ രണ്ടുപേരും ആയിരിക്കുന്നത്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. താങ്കൾ ആരാണെന്നും അറിഞ്ഞുകൂടാ. നമ്മളൊരു വലിയ പ്രതിസന്ധിയിലാണ് ആയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട, സ്വയം ചോദിക്കേണ്ട പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് അവിടെ അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, ഞാൻ ആരാണ്?
രണ്ട്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? ഈ വൈകുന്നേര സമയമായതുകൊണ്ടാകാം ധാരാളം യാത്രക്കാർ ഇതിലെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളിലും അതുപോലെ ഫോർ വീലേഴ്സിലും ഒക്കെ ആയിട്ട്, കാറുകളിലുമായിട്ട് ധാരാളം പേർ ഞങ്ങളിവിടെ ആരംഭിച്ചതിന് ശേഷം കടന്നുപോയിട്ടുണ്ട്. എന്നാൽ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം, എങ്ങോട്ടാണ് ഈ പോകുന്നത്? എവിടെയും ഈ സഭയൊക്കെ ആയിക്കഴിഞ്ഞാൽ, പീക്കവരൊക്കെ ആയിക്കഴിഞ്ഞാൽ തിരക്കാണ്. ധാരാളം ആളുകൾ യാത്ര ചെയ്യുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ആ ഒരാളെ വിളിച്ച് ചോദിച്ചാൽ പറയും, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നാൽ വീണ്ടും ആ ചോദ്യം കുറച്ചുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് പോകുന്നത് കൂടുതൽ ചോദിച്ചാൽ മനസ്സിലാകും, ജീവിതത്തിന് വേണ്ടി തന്റെ പ്രത്യേക ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ്. എന്നാൽ ഓർക്കുക, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ നമ്മുടെ ജീവിതം ശാശ്വതമല്ല. ഓരോ ഘട്ടങ്ങളിലായിട്ട് ഇവിടെ ഒന്ന് കടന്നു പോകേണ്ടവരാണ് നാം എല്ലാവരും. ഓരോരോ സാഹചര്യങ്ങളിലൂടെ ഒരുപക്ഷെ രോഗബാധിതനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപകടത്തെ സന്ധിച്ചിട്ടായിരിക്കാം. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ടവരാണ്. അവിടെയും പ്രസക്തമായിട്ടുള്ള ചോദ്യം അവശേഷിക്കുകയാണ്, എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്? അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, എങ്ങോട്ടാണ് പോകുന്നത്, നാം പോകുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, ആ ചോദ്യത്തിന് അർത്ഥവത്തായ ഒരു ഉത്തരം നൽകാൻ കഴിയണമെങ്കിൽ പ്രസക്തമായിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, ഞാൻ ആരാണ്? ആരാണ് മനുഷ്യൻ? ആരാണ് ഞാൻ? ആരാണ് നിങ്ങൾ? നമ്മൾ ഓരോരുത്തരും ആരാണ് എന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ എങ്ങോട്ടാണ് നമ്മുടെ യാത്ര, ആത്യന്തികമായ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ആരാണ് മനുഷ്യൻ? പല ധാരണകൾ, പല സിദ്ധാന്തങ്ങൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഒരു ഏകകോശ ജീവിയിൽ നിന്ന് ഉത്ഭവിച്ച് പരിണാമത്തിലൂടെ വികാസം പ്രാപിച്ച് ഇന്ന് ഉച്ചസ്ഥായി അതിന്റെ ഏറ്റവും ഉന്നതമായ ഒരു പരിണാമ ഫലമായിട്ട് ഉള്ള ഒരു ജൈവരാസപിണ്ഡമാണ് മനുഷ്യനെന്ന് പലരും മനുഷ്യർ കരുതാറുണ്ട്. അങ്ങനെ പഠിപ്പിക്കുകയും ചിന്തിക്കുകയും അതാണ് ശരി എന്നുള്ള, അതൊരു കേവല സിദ്ധാന്തം മാത്രമാണെന്നുമുള്ള ആ യാഥാർത്ഥ്യം മറന്നുകൊണ്ട് അതൊരു ശാസ്ത്ര സത്യമാണ്, തെളിയിക്കപ്പെട്ട സത്യമാണെന്നുള്ള ധാരണയിൽ മനുഷ്യൻ ഒരു ജൈവരാസപിണ്ഡമാണ്, പരിണാമത്തിന്റെ അനന്തരഫലമാണ് എന്ന് ചിന്തിച്ച് അനേകം ജീവിക്കുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്നത്ര. ബൈബിൾ പറയുന്നു, ദൈവം ഭൂമിയിലെ പൊടിയിൽ നിന്ന് മനുഷ്യനെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അത് കേവലം ബാഹ്യമായ രൂപഭംഗിയിലല്ല, അതിനേക്കാൾ ഉപരിയായി ആത്മീക ഛായയോടുകൂടെ ദൈവത്തിന്റെ ധാർമ്മിക ഗുണങ്ങളുടെ ആ ഗുണങ്ങളുടെ പ്രതിച്ഛായയായിട്ട്, അതുപോലെ ലക്ഷ്യബോധം, സ്വതന്ത്ര ചിന്ത, ഇതിന്റെയെല്ലാം ആ ഒരു സാദൃശ്യ, ആ വിധത്തിലെല്ലാം ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ഈ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന, അല്ലെങ്കിൽ പ്രസക്തമായിരിക്കുന്ന ഒരു വസ്തുത സത്യമാണെന്നാണ് മനസ്സിലാക്കണം. നമ്മൾ റോഡിൽ കാണുന്ന ഒരു നായേക്കാൾ, അല്ലെങ്കിൽ ഒരു മൃഗത്തെക്കാൾ, അല്ലെങ്കിൽ ഒരു ജീവിയേക്കാൾ വ്യത്യസ്തരായി നാം ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആതുര സേവനത്തിന്റെ പ്രാധാന്യമാണ് വരുന്നത്. മറ്റൊരു വ്യക്തിയിൽ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും കണ്ട് നമുക്ക് സാമൂഹിക ജീവിതം നയിക്കുവാൻ കഴിയുമ്പോഴാണ് ഒരു യഥാർത്ഥ അർത്ഥവത്തായ ജീവിതം, വിജയപ്രദമായ, അനുഗ്രഹകരമായ, സമാധാനപരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ സാധ്യമായി തീരുന്നത്. എന്നാൽ പല സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, പല സംസ്കാരങ്ങളിലും മനുഷ്യരെ വ്യത്യസ്ത നിലയിലാണ് അപരനെ മറ്റൊരു വ്യക്തിയെ സമൂഹം നോക്കിക്കാണാറുള്ള, വ്യക്തികൾ നോക്കിക്കാണാറുണ്ട്. അവർ അടിമകളായിട്ട് ചിലർ നോക്കിക്കാണുന്നു, ചില അവരെക്കാൾ അധമമായിട്ടുള്ള നിലയിലുള്ള ഒരു വ്യക്തിയായിട്ട് മനുഷ്യനെ നോക്കിക്കാണുന്നു. ചിലരാണെങ്കിൽ ഞങ്ങൾക്ക് പാദസേവ ചെയ്യേണ്ട ഒരു മറ്റ വർഗമായിട്ട് മനുഷ്യനിൽ നോക്കിക്കാണുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ബൈബിൾ പറയുന്നതാണ്, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അങ്ങനെയെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം കൂടി നമുക്ക് കണ്ടെത്തുവാൻ കഴിയും, മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം ഒരു
ദൈവത്തിന്റെ ധാർമ്മിക ഗുണങ്ങൾ അവരുടെ പ്രതിച്ഛായ മനുഷ്യനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു രണ്ട് നായ്ക്കൾ തമ്മിൽ കടികൂടിയാൽ നമ്മൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാറില്ല. എന്നാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ, രണ്ട് മനുഷ്യർ തമ്മിൽ അടിപിടി കൂടിയാൽ അതിലൊരു ധാർമ്മികമായ ഒരു പ്രാധാന്യം അതിലുണ്ട്. അത് എന്തുകൊണ്ട് അത് ചെയ്തു, എന്ത് തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ശരി ചെയ്തു എന്ന് നമ്മൾ പറയുന്നു. നമ്മളങ്ങനെ ആ വിധത്തിൽ നമ്മളതിനെ വിലയിരുത്തുന്നു. പ്രിയമുള്ളവരെ, ദൈവം ധാർമ്മിക ഗുണമുള്ളവരാണ്. ദൈവത്തെക്കുറിച്ച് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം പാപത്തെ വെറുക്കുന്നവനും പാപിയെ സ്നേഹിക്കുന്നവനുമാണ് എന്നത്രേ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, നീതിമാനായ ദൈവത്തിന്റെ മുൻപാകെ, ന്യായാധിപതിയായിരിക്കും ദൈവത്തിന്റെ മുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് സകല മനുഷ്യരും. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവന്റെ പ്രവൃത്തികൾക്ക് നിശ്ചയമായിട്ടും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ചിലരെങ്കിലും കരുതാറുണ്ട്, മനുഷ്യന്റെ നന്മയോ തിന്മയൊക്കെ ഈ ഭൂമിയിൽ വെച്ച് തന്നെയാണ്. മനുഷ്യന്റെ തോന്നിപ്പോയേക്കാം. നന്നായിട്ട് ജീവിക്കുവാൻ സ്ഥാനമാനമുള്ള വ്യക്തിയായി, അതുപോലെ ധനസമ്പത്തുള്ളവനായിട്ട്, അധികാരമുള്ളവനായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹം ഭാഗ്യവാനായി പലപ്പോഴും കരുതപ്പെടുന്നു, മനുഷ്യനെ ചിന്തിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, വളരെ അക്രമം ചെയ്തും അന്യായം ചെയ്തും ജീവിക്കുന്ന അനേകർ സുഖിമാന്മാരായിട്ട് ജീവിക്കുന്നത് വസ്തുതയാണ്. അവർ ചെയ്ത പാപപ്രവൃത്തികളുടെ പരിണതഫലം, അതിന് ശിക്ഷ ഈ ഭൂമിയിൽ അനുഭവിക്കുന്നത് പറയാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ അവരെ അറിയുന്ന നന്മപ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾ തന്നെയും വളരെ കഷ്ടതയിലും പ്രയാസത്തിലും ജീവിക്കുന്ന നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല്, പ്രിയമുള്ളവരെ, മനുഷ്യന്റെ പ്രവൃത്തിയുടെ ആത്യന്തികമായിട്ടുള്ള വിലയിരുത്തൽ നടത്തപ്പെടുന്നത് ഈ ഭൂമിയിൽ വെച്ചല്ല, പിന്നെയോ മരണത്തിനപ്പുറത്ത് ദൈവത്തിന്റെ ദൈവമെന്ന് പറയുന്ന അനിത്യനായ ന്യായാധിപതിയുടെ പരിപൂർണമായി നീതിപതിയായിരിക്കുന്ന സർവശക്തനായ ന്യായാധിപതിയായി ദൈവത്തിന്റെ മുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടവരായി നിൽക്കുമ്പോഴാണ് ഇതാ യഥാർത്ഥത്തിൽ നീതി ന്യായം നടത്തപ്പെടുവാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ഞാനും നിങ്ങളും ദൈവത്തിന്റെ മുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പാപത്തെ പരിഗണിക്കുവാൻ, പാപത്തിന് പരിഹാരം കണ്ടെത്തുവാൻ അതെ നമ്മൾ തയ്യാറാകണം. നമ്മൾ വഴി അന്വേഷിക്കേണ്ടതാണ്, ദൈവത്തെ അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ദൈവമുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. ഇത് ബൈബിൾ പ്രസ്താവിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെ ഇത് സാധിക്കും? പാപത്തിന്റെ ക്ഷമ നേടേണ്ടത് ആവശ്യമാണ്. ചിലർ കരുതുന്നത് അവർ ചെയ്യുന്ന ചില നല്ല കാര്യങ്ങൾ കൊണ്ട്, ദാനധർമ്മങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ചില സൽപ്രവൃത്തികൾ കൊണ്ട് അവരുടെ പാപം ദൈവം കണക്കിടാതെ പോയേക്കാമെന്നാണ്. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അങ്ങനെയെങ്കിൽ ദൈവം നീതിമാനായ ദൈവം എന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല. പാപത്തെ ശിക്ഷിക്കാതെ ദൈവം വിടുകയാണെങ്കിൽ ദൈവം നീതിമാനാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, ഒരിക്കലും നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട്, നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല. മറ്റൊരു വ്യക്തിയെ സഹായിക്കുക എന്നുള്ളത്, മറ്റുള്ളവരോട് നന്മ ചെയ്യുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അത് നമ്മുടെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കുന്നില്ല. നമ്മുടെ ഒരു കർത്തവ്യ നിർവഹണം സാധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെ എങ്ങനെയാണ് പാപത്തിന് പരിഹാരം സാധ്യമാകുക? അതാണ് നമ്മൾ ചില നിമിഷങ്ങൾക്ക് മുമ്പ് കേട്ടത്. അതിനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ആരാണ് ആ വ്യക്തി? കർത്താവായ യേശുക്രിസ്തു. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച് പാപം ചെയ്യാതിരുന്നിട്ടും സകല മനുഷ്യരുടെയും പാപത്തിന്റെ ശിക്ഷ തന്റെ പേര് ഏറ്റെടുത്തുകൊണ്ട് കാൽവറിയിലെ ക്രൂശിൽ യാഗമായി മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിന് പാപങ്ങളെ ക്ഷമിക്കുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിന് പാപങ്ങളെ ക്ഷമിക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, പാപക്ഷമ നൽകുവാൻ യേശുക്രിസ്തുവിന് കഴിയും. യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷകൻ എന്താണ്? നിങ്ങളുടെ പാപത്തിന്റെ എത്ര ഭയാനകമായിക്കൊള്ളട്ടെ, പാപത്തിന് പരിഹാരം നൽകുവാൻ യേശുക്രിസ്തുവിന് കഴിയും. എന്തുകൊണ്ട്? നമ്മുടെ പാപത്തിന് നാം അനുഭവിക്കേണ്ട നരകയാതനയാണ് കാൽവറിയിലെ ക്രൂശിൽ അവർ അനുഭവിച്ചത്. ബൈബിൾ പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ,
ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന ആ പാപത്തിന്റെ ശിക്ഷയായ പാപത്തിന്റെ ശമ്പളമായ മരണം അവിടുന്ന് തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ് കാൽവറിയിലെ ക്രൂശിൽ മരിച്ചത്. ദൈവത്തിന് ഒരിക്കലും മരിക്കേണ്ട കാര്യമില്ല. ദൈവപുത്രന് മരിക്കേണ്ട ആവശ്യമില്ല. മരണം അസാധ്യമാണ്. അതുകൊണ്ട് അവിടുന്ന് മനുഷ്യ ജന്മമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു. അവിടുന്ന് പാപമില്ലാതിരുന്നിട്ടും നമ്മുടെ പാപത്തിന്റെ ശിക്ഷ തന്റെ മേലേറ്റെടുത്ത് മരിക്കേണ്ടതിന് വേണ്ടിയിട്ട് നമുക്ക് പകരമായി ഒരു പ്രതിപകര മരണമായിട്ട് ഒരു യാഗമായിട്ട് തീരേണ്ടതിന് വേണ്ടി ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടായി ബൈബിളിൽ വിവരിക്കുന്ന യേശുക്രിസ്തു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവരാണ്. ഏത് നീചപാപിയെയും മാനസാന്തരത്തിലേക്ക് യേശു എന്ന് വിളിക്കുകയാണ്. വരിക, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരം യേശുവിൽ കണ്ടെത്തുക. ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. നിങ്ങളുടെ പാപം എത്ര ഭയാനകമായിക്കൊള്ളട്ടെ, എത്ര ഹീനമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് പരിഹാരം പാപക്ഷമ നൽകുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. കർത്താവ് ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. വത്സല ശ്രോതാവേ, നിങ്ങളൊരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുവാൻ, നിങ്ങൾക്കൊരു പുതിയ ജന്മം നൽകുവാൻ, നിങ്ങൾക്ക് ഒരു വീണ്ടും ജന്മം നൽകുവാൻ, നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പാതകളിലൂടെ ഇതുവരെയും നിങ്ങൾ നടന്നു യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര വലിയവശമായ പാതയിലൂടെ നിങ്ങൾ പിന്നിട്ട് വന്നിരിക്കുന്നു എന്ന് വരികിലും, നിങ്ങളെ ഒരു പരിശുദ്ധരാക്കി തീർക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ പുനരാരംഭം നൽകുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. യേശു ക്രിസ്തുവിന് കഴിയും. പാപവികളെ വിട്ട് യേശുവിലേക്ക് വരിക. നിങ്ങൾ പാപത്തെ പരിഹരിപ്പിച്ച് യേശു ക്രിസ്തുവിൽ ആശ്രയം വെക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപക്ഷമ നൽകുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. നിങ്ങൾക്ക് ഒരു പുതിയ ജീവൻ നൽകുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. ഒരു ഉത്തമ പൗരനായി ജീവിക്കാൻ ഉള്ള ശക്തി യേശു ക്രിസ്തു നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് നിങ്ങളുടെ പാപത്തോട് സമീപിച്ച് യേശു ക്രിസ്തുവിലേക്ക് വരിക. നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. യേശുവിലേക്ക് വരിക, യേശുവിലേക്ക് വരിക. അതിനുശേഷം വലിയൊരു പ്രത്യാശയെ കുറിച്ച് മേശ പറയുന്നുണ്ട്. ഞാൻ പോയാൽ വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് ഓർപ്പിക്കുകയുണ്ടായി. ഓർക്കുക, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളുടെ ആത്യന്തികമായ യാത്ര എങ്ങോട്ടാണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായെങ്കിൽ, ദിശാബോധമില്ലാത്ത ബ്രേക്ക് പോലെ ഒരു വാഹനം പോലെ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, പ്രിയ ശ്രോതാവേ, നിങ്ങൾക്ക് ഒരു ലക്ഷ്യബോധം നൽകുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. എന്താണത്? അവിടുന്ന് വീണ്ടും വന്ന് അവിടുന്ന് തന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ ലോകത്തെ എല്ലാ മഹിമകളും അവസാനിക്കും. എന്തെല്ലാം പുരോഗതി ലോകത്തുണ്ടായെന്ന് വന്നാലും ഓർക്കുക, ഒരന്തമുണ്ട്. കർത്താവ് തന്റെ സമയത്ത് വന്ന് ഈ ഭൂമിയിലേക്ക് വീണ്ടും വന്ന് തന്റെ ആശ്രയിച്ചവരെ ചേർത്തുകൊള്ളുന്ന ബൈബിൾ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ലക്ഷ്യബോധമുണ്ടോ? പ്രത്യാശയുണ്ടോ? അത് പ്രത്യാശയില്ലാത്ത അവസ്ഥയാണോ നിങ്ങളുടെ ജീവിതത്തിലുള്ളത്? യേശുവിലേക്ക് വരിക. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ സംഹരിക്കുന്നു. ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെയും ഞങ്ങളെ ശാന്തമായി ശ്രദ്ധിച്ച എല്ലാ മാന്യ കേൾവിക്കാർക്കും വേഗത്തിൽ വരുന്ന ലോകരക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതുല്യനാമത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. സംഭവബഹുലമായിരിക്കുന്ന ലോകത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവിക സന്ദേശം, സുവിശേഷ സന്ദേശം കേൾക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കേട്ട വചനത്തോട് അനുസരണം കാണിപ്പാൻ ദൈവം ധാരാളം കൃപ നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതൊരു ആത്മീക ശുശ്രൂഷയായതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പോകുവിൻ, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. എല്ലാ സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിപ്പീൻ എന്നുള്ളതായിരിക്കുന്ന കർത്താവിന്റെ കൽപ്പനയെ ശിരസാ വഹിച്ചുകൊണ്ട് ഈ കന്നഡി മുക്കിൽ പിന്നെയും കടന്നു വന്ന സുവിശേഷം പറയുവാൻ
കർത്താവ് ഞങ്ങൾക്ക് അനുവദിച്ച സമയത്തിനായിട്ട് സ്തോത്രം. അനേകർ കർത്താവ് സുവിശേഷം കേട്ടിട്ടുണ്ട്, അനേകർ സുവിശേഷ പ്രതികൾ കയ്യിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതെല്ലാം അവരുടെ രക്ഷയ്ക്ക് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തെ കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യമായിരിക്കുന്ന സമാധാനം അനേകർക്ക് ഈ സുവിശേഷ കേൾവിയാൽ ലഭ്യമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. നിന്റെ ദാസന്മാർക്ക് വചനം കൊടുത്തതിനാൽ തിരുനാമത്തിന് സ്തോത്രം. ശുശ്രൂഷകളെ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. ആനുകൂല്യ സാഹചര്യങ്ങളെ അവർക്ക് ഒരുക്കി തന്നതിനാൽ സ്തോത്രം. കടന്നു വന്ന എല്ലാ സഹോദരങ്ങൾക്കായിട്ടും സ്തോത്രം. കേൾവിക്കാരെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. യേശു കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രിയപിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കാവലും സഹവാസവും നാം എല്ലാവരോടും ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.